അങ്ങനെ 14-ാം തീയതി രാത്രി പഠനക്കാരക്കാരെ പൂവടിയെല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളി വലിയൊരു പൂവടി തന്നെയായിരുന്നു. അണ്ടല്ലൂർ പാലത്തിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പഠനക്കാരക്കാരെ പൂവടിയോടെയാണ് ഉത്സവം മെയിനായിട്ട് സ്റ്റാർട്ടാവുന്നത്. അതെല്ലാം കഴിഞ്ഞ് പുലർച്ചക്ക് ചക്കോത്തുണ്ടാവും. പുലർച്ചക്ക് ചക്കോത്ത് കഴിഞ്ഞ് 15-ാം തീയതി വൈകുന്നേരം ഒരു രാത്രിയിലാക്കിയാലാണ് കൊടവരവുണ്ട്. മേലൂരിൽ നിന്നാണ് കൊടവരവിൻ്റെ അന്നാണ് മേലൂർക്കാരെ പൂവടി ഉണ്ടാവുക. മിഞ്ഞാന്ന് നല്ല വലിയൊരു പൂവടിയാണ് അത്. അപ്പം മേലൂർക്കാരെ കൊടവരവുള്ള ആ ഒരു ടൈം താഴേക്കാവ് മൊത്തം മെഴുകുതിരിയെല്ലാം കത്തിച്ചിട്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ടാവും. മേലേക്കാവിലാണ് ക്ഷേത്രം വരുന്നത്. താഴേക്കാവ് എന്ന് പറയുന്നത് സീതാദേവിനെ തേടിയിട്ട് ശ്രീരാമൻ പോകുന്ന ആ ഒരു ലങ്ക എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് തന്നെയാണ് താഴേക്കാവ്. കൊടവരവ് അണ്ടല്ലൂരേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മേലൂരുകാരെ വലിയൊരു പൂവടി ഉണ്ടാവും. നല്ല മിഞ്ഞാന്നേനും മേലൂരുകാരെ പൂവടി നല്ല അടിപൊളി പൂവടിയേനു, നല്ല രസം ഉണ്ടായിനേനു. അർദ്ധരാത്രിയിൽ മേലൂരുകാരെ പൂവടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ തടപൊളിച്ചു പാച്ചിൽ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. ഈ ഒരു പൂവടി കഴിഞ്ഞതോടെയാണ് ഈ തടപൊളിച്ചു പാച്ചിൽ നടക്കുക. ഇത് നടക്കുന്ന ആ ഒരു ടൈം ഒരാൾക്കും ആ ഒരു സൈഡിലൊന്നും നിൽക്കാൻ ഒരു സ്ഥലം ഉണ്ടാവില്ല, അത്രക്കും ജനങ്ങളായിരിക്കും ഉണ്ടാവുക. 16-ാം തീയതി അർദ്ധരാത്രി മേലൂരുകാരെ പൂവടിയും തടപൊളിച്ച് പാച്ചിലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ സീതയും മക്കളും ഉണ്ടാവും. പുലർച്ചയ്ക്ക് 16-ാം തീയതി സീതേൻ്റെയും മക്കളെയെല്ലാം ആട്ടവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. സീതയും മക്കൾ ആട്ടെല്ലാം കഴിഞ്ഞ് സീതാദേവി താഴേക്കാവിൽ പോകുന്നതോടെ ഉച്ചക്ക് ബാലിസുഗ്രീവ യുദ്ധവും കാര്യങ്ങളെല്ലാം നടക്കും. ബാലിസുഗ്രീവ യുദ്ധത്തിന്റെ ആ ഒരു ടൈം ബാലിസുഗ്രീവനും വേട്ടക്കൊരു മകനും പിന്നെ ബപ്പൂരനും തൂവക്കാലി പിന്നെ നാഗഭഗവതി അങ്ങനെ പറയുന്ന കുറച്ച് വേറെയും തെയ്യങ്ങളെല്ലാം ഉണ്ടാകും. ഈ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമായണ സ്റ്റോറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഉച്ച കഴിയുമ്പോഴേക്കും ബാലിസുഗ്രീവ യുദ്ധമെല്ലാം കഴിയും. അതെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടല്ലോ, ഉച്ചയ്ക്ക് ശേഷമാണ് ദേവതാറും അംഗക്കാരനും ബപ്പൂരനെല്ലാം ഉണ്ടാവുക. ദേവതാറ് എന്ന് പറയുന്നത് ശ്രീരാമനാണ്, അംഗക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മണനും പിന്നെ ബപ്പൂരൻ ഹനുമാനുമാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം മെയ്യാലും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇന്നലെയും ആദ്യത്തെ ഫസ്റ്റ് മെയ്യാൽ, അതുപോലെ തന്നെ ഇന്ന് രാവിലെയും സീതയും മക്കളെല്ലാം ഉണ്ടായിരുന്നു. ഉച്ചക്ക് ബാലിസുഗ്രീവ യുദ്ധവും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ മേലൂരുകാരെ പോടി കഴിഞ്ഞാൽ ഇന്നലെ രാത്രി പാലാട്ടുകാരെ പോടിയിരുന്നു. ഇന്ന് രാത്രിയാണ് അണ്ടല്ലൂരുകാരെ പൂവടി. മെയ്യാലിൻ്റെ വീഡിയോയിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഗൈസ്.